ഇന്ത്യ പണിഷ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദി ഇന്നലെ കൂടി അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചിരിക്കുകയാണ്. മൻ കി ബാത്തിൽ ഉൾപ്പെടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കൃത്യമായിട്ടുള്ള പണി കിട്ടും, എവിടെ പോയി ഒളിച്ചാലും വിടില്ല എന്ന് ഇന്ത്യ തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പം മോദിയുടെ വാക്കുകൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ എത്ര ദുർബലമാണ് എന്നുകൂടി നമുക്ക് ഈ ഉള്ള ദിവസങ്ങളിൽ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ഓടി നടന്ന് ലോകരാജ്യങ്ങളുടെ സപ്പോർട്ട് നേടുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇവരാണോ 2 ദിവസം മുമ്പ് ഇപ്പൊ ആക്രമിക്കും, ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞത് എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്നാൽ വായും വെച്ചും കൊണ്ട് മര്യാദയ്ക്കിരിക്കാൻ ഇവർക്ക് കഴിയുമോ? അതുമില്ല. വെറുതെ വായ്ത്താളം നടത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും ഇന്ത്യക്കാരെ പ്രൊവോക്ക് ചെയ്യും. എന്നിട്ട് മറുവശത്ത് പോയിട്ട് ചൈനയുടെയും ഇപ്പോഴാ റഷ്യയുടെ കാല് പിടിക്കാൻ പോയിരിക്കുകയാണ്. സീരിയസ്ലി പാകിസ്ഥാന്റെ ഗവൺമെന്റ്, അവരുടെ ഒഫീഷ്യൽസ്, ഡിപ്ലോമാറ്റ്സ് റഷ്യയോട് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുമോ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഇടപെട്ട് ഈ യുദ്ധം ഒഴിവാക്കി തരൂ, ഞങ്ങൾ അന്വേഷണത്തിന് തയ്യാറാണ്. ആദ്യം ഇത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്. ഇപ്പോൾ പാകിസ്ഥാൻ ഒന്നടങ്കം പറയുന്നു, ഞങ്ങൾ അന്വേഷണത്തിന് തയ്യാറാണ്, ആരാണ് കുറ്റവാളി എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം, എല്ലാ രീതിയിലുമുള്ള സഹകരണത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ചൈന, റഷ്യ, വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിങ്ങൾ വിചാരിച്ചാൽ ഈ വിഷയത്തിൽ ഒരു വലിയ റോള് അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇടപെടാൻ കഴിയും, നിങ്ങൾക്കൊരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇടപെടൂ എന്ന് പറയാണ്. അമേരിക്കയോടും ഇതേ ആവശ്യം തന്നെ പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ പ്രത്യാക്രമണം അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടി തടയണം. പാകിസ്ഥാൻ വിചാരിച്ചു ഇന്ത്യ ഈ ബാലാക്കോട്ടിൽ നടത്തിയതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പട്ടാളക്കാരനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ബാർഗെയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു BSF ജവാനെ എങ്ങാണ്ട് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇവരിരുന്നത്. പക്ഷെ ഇന്ത്യ ഇത്തവണ കുറെ കൂടെ സീരിയസ് ആയി. അതായത് പാകിസ്ഥാന്റെ ഇന്റലിജൻസിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും, ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹിന്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഒരു യൂ-ടേൺ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ റഷ്യയുടെ പോലും ഇടപെടൽ ആവശ്യപ്പെടാൻ കാരണം റഷ്യയും ഇന്ത്യയും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ആക്രമണത്തെ തടയണം, ഇല്ലാത്ത പക്ഷം കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ചൈന പറഞ്ഞിരിക്കുകയാണ്, ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ്ങി പറഞ്ഞിരിക്കുകയാണ്, അതായത് പാകിസ്ഥാൻ പറയുന്ന പോലെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത് അത് നല്ലൊരു തീരുമാനമാണ്, ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയാണ്, ഈ വിഷയത്തിൽ ഞങ്ങൾ വളരെയധികം ശ്രദ്ധയോടെയാണ് നോക്കുന്നത്, അതായത് ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമുക്ക് കണ്ടെത്താം. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ പുറകിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന്. പക്ഷെ അന്വേഷണം എന്ന് പറയുന്ന ഒരു സാധനം മുമ്പോട്ട് വെച്ചാൽ തൽക്കാലം പാകിസ്ഥാൻ ഇതിൽ നിന്ന് രക്ഷിക്കാമെന്നാണ് ഇവരെല്ലാം കണക്കുകൂട്ടുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഉടനുള്ള തിരിച്ചടി ഉണ്ടാവില്ലല്ലോ. ഈ അന്വേഷണം നടത്തി ഭാവിയിൽ ഏതെങ്കിലും ഒരു ഭീകരവാദിയുടെ തലയിൽ അതിനെ കൊണ്ടുവച്ചിട്ട് ഭീകരവാദ സംഘടനയാണ് ഇതിന്റെ പുറകിൽ, ഏതെങ്കിലും ഭീകരവാദികളാണ് ഇതിന്റെ പുറകിൽ, പാകിസ്ഥാൻ ഗവൺമെന്റിന് നേരിട്ട് ഒരു പങ്കുമില്ല എന്ന് അറിയിച്ച ഏതെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ തലയിലേക്ക് ഇത് വെച്ച് നിലവിൽ ഇന്ത്യയുടെ ഉടനടിയുള്ള പ്രത്യാക്രമണത്തെ തടയുക, എങ്ങനെയെങ്കിലും യുദ്ധത്തെ നീട്ടിവെക്കുക അല്ലെങ്കിൽ അതിനെ തൽക്കാലം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റിൽ നമുക്കറിയില്ല ഇന്ത്യ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് ഒരു ഫുൾ സ്കെയിലുള്ള ഒരു യുദ്ധമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തിരിച്ചടിയാണോ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഒന്ന് വ്യക്തമാണ്, പാകിസ്ഥാൻ കൊണ്ടുപിടിച്ചോടുകയാണ്. എന്ന് വെച്ചാൽ ഇരിക്കാൻ പറ്റുന്നില്ല പാകിസ്ഥാന്. നോക്കൂ, നിങ്ങൾ ഏത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ വേണമെങ്കിലും എടുത്തു നോക്കൂ, ഓരോ മിനിറ്റിലും അവരുടെ നിലപാടുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം ഇപ്പോൾ തുർക്കിയെ സഹായത്തിനായിട്ട് സമീപിച്ചിട്ടുണ്ട്. മാത്രമല്ല ചൈനയുടെ കുറെ മിസൈലുകൾ എങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട്, തുർക്കിയുടെ അടുത്തുനിന്ന് ചില ഡ്രോണുകൾ ചോദിച്ചിട്ടുണ്ട്, ഒരു കാർഗോ ഷിപ്പ് അതീവ രഹസ്യമായിട്ട് തുർക്കിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ ഇപ്പൊ ഒറ്റക്കാലി നിൽക്കുകയാണ്, നമുക്ക് അന്വേഷണം മതി, ഇപ്പൊ അവർക്ക് യുദ്ധം വേണ്ട, ഇന്ത്യയുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട, ഒന്നും വേണ്ട, അന്വേഷണം മതി എന്നാണ് അവർ പറയുന്നത്. ബാലാക്കോട്ട് നടത്തിയതുപോലത്തെ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ കാര്യങ്ങൾ തീരുമെന്ന് അവർ വിചാരിച്ചെങ്കിൽ ഇപ്പോ ഇന്ത്യ അതല്ല പ്ലാൻ ചെയ്യുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് ഞാൻ വീണ്ടും ഒരു കാര്യം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വിട്ടുകൊടുത്തോണ്ടിരുന്നാൽ, നമ്മൾ മിണ്ടാതിരുന്നാൽ, പ്രതികരിക്കാതിരുന്നാൽ ശത്രുക്കൾ അതൊരു എളുപ്പമായി കാണുക, നമ്മുടെ മേൽ കുതിര കയറിയാലും നമ്മളൊന്നും ചെയ്യില്ല. കാരണം ഇന്ത്യക്ക് മറ്റേ അന്താരാഷ്ട്ര തലത്തിൽ നല്ല വൈറ്റ് കോളർ ഇമേജ് ആണല്ലോ, നമ്മൾ ഭയങ്കര ഡീസന്റ് ആണ്, മാന്യനാണ്. ഈ ഒരു ഇമേജ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യില്ല, എന്ത് ചെയ്താലും നമ്മൾ അങ്ങ് സഹിച്ചോളൂ എന്ന് പറയുന്ന ഒരു ധാരണയുണ്ടായിരുന്നു. അത് ജസ്റ്റ് 2-3 സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് മാറ്റിക്കൊടുത്തു, കടുത്ത ഒരു തീരുമാനം കൊണ്ട് മാറ്റിക്കൊടുത്തു. പാകിസ്ഥാന് മനസ്സിലായി കളി മാറി എന്നുള്ളത്. അവിടെയാണ് പാകിസ്ഥാൻ നിലപാട് മാറ്റിയത്. അതുവരെ യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം ഇന്ത്യ എന്ത് ചെയ്തു? ഇൻഡസ് വാലി ട്രീറ്റി അങ്ങ് റദ്ദാക്കി. രണ്ടാമത് അതിനെ തുടർന്നുള്ള തുടർ നടപടികൾ എടുത്തു. മൂന്നാമത് ഇന്ത്യ പറഞ്ഞു, ഇതൊന്നുമല്ല നമ്മുടെ പണി പുറകെ വരുന്നുണ്ട്, നമ്മൾ പണിയും എന്ന് തീർത്തും ഇന്ത്യ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റിൽ അവർ വിറച്ചുപോയി. അവിടെയാണ് വ്യത്യാസം.
ഒറ്റ നിലപാടുള്ള ഒരു ഭരണാധികാരി തല ഉയർത്തി നിന്നിട്ട് 2 ഡയലോഗ് അടിച്ചപ്പോൾ പാകിസ്ഥാന്റെ മുട്ടിടിച്ചു. ഇപ്പൊ അവര് ബെഗ്ഗയാണ്, നമ്മളോട് മാത്രമല്ലെന്നേ, ലോകത്തോട് ഓടി നടന്ന് ബെഗ്ഗയാണ്, ചൈനയോട്. ആലോചിച്ച് നോക്കണം, ഇതുവരെ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ചൈനയോടും അമേരിക്കയോടും യൂറോപ്പിനോടും തുർക്കിയോടും ഒക്കെ കേണപേക്ഷിക്കുകയാണ് എങ്ങനെയും യുദ്ധത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറ്റണം എന്ന് പറഞ്ഞിട്ട്. റഷ്യയുടെ അടുത്ത് പോലും യുദ്ധമുണ്ടായ പാകിസ്ഥാൻ അറിയാം അവരുടെ കഥ അതോടെ തീരുമെന്ന്. എവിടെ പോയി ആണവായുധമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നനഞ്ഞു പോയോ? മറ്റേ അങ്ങനെ അല്ലായിരുന്നല്ലോ, 130 ആണവായുധമുണ്ട്, 140 ഉണ്ട്, എന്നിട്ട് എന്തേ, എവിടെ പോയി? എന്നിട്ട് എന്തിനായി ലോകം മൊത്തം തെണ്ടിക്കൊണ്ട് നടക്കുന്ന സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട്? അപ്പൊ വാചകമടി മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കാരും യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നേ നമ്മൾ അത് ചെയ്തനെ. ഇവൻ 13,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം 1971 യുദ്ധത്തിൽ പിടിച്ചെടുത്തിട്ട് വിട്ടുകൊടുത്തു. ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഒരു തരത്തിലും സമ്മതമല്ലായിരുന്നു. എന്നിട്ടും ഇന്ദിരാഗാന്ധി നേരത്തെ നമ്മൾ പറഞ്ഞ മാന്യതയുടെ പേരിൽ വിട്ടുകൊടുത്തു. എന്നിട്ടാണ് അന്ന് നമ്മൾ കരാർ ഉണ്ടാക്കുന്നത്. ആ കരാർ അനുസരിച്ചാണ് LOC യാഥാർത്ഥ്യമാവുന്നത്. ഇതെല്ലാം പാകിസ്ഥാന് ഗുണമേ ചെയ്തിട്ടുള്ളൂ. ഇന്ത്യക്കാര് വേണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഇന്ന് അവിടെ ഉണ്ടാവുമായിരുന്നില്ല. പാകിസ്ഥാൻ ആണവായുധം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മളത് കണ്ടുപിടിച്ചു. അന്ന് സോവിയറ്റ് യൂണിയന്റെ സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. ഒരു കാരണവശാലും എന്തായാലും അമേരിക്ക നമ്മളുമായിട്ട് യുദ്ധത്തിന് വരാനും പോകുന്നില്ല, സോവിയറ്റ് യൂണിയൻ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട്. പക്ഷെ നമുക്ക് പലതും ചെയ്യാൻ പറ്റുമായിരുന്നു. കഴിഞ്ഞ സെഞ്ചുറിയിൽ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. കാരണം പാകിസ്ഥാനികൾ എന്ന് പറയുന്നത് ഒരു കാലത്ത് വിശാല ഇന്ത്യയുടെ ഭാഗമായിരുന്നവരാണ്. അവരെ എത്രയൊക്കെ നമ്മൾ അവരുമായിട്ട് ശത്രുതയുണ്ടെന്ന് പറയുന്നെങ്കിലും ഓക്കെ പോട്ടെ, നമ്മളുടെ ഭാഗമാണ്, നമ്മുടെ സിവിലൈസേഷന്റെ ഭാഗമാണ് എന്നുള്ള കൺസിഡറേഷൻ എല്ലാ കാലവും ഉണ്ടായിരുന്നു ഇന്ത്യക്കാർക്കിടയിൽ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഈ സിന്ധു നദിയുമായി ബന്ധപ്പെട്ടുള്ള കരാർ ഉൾപ്പെടെ പല യുദ്ധങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ ഗവൺമെന്റുകൾ റദ്ദാത്തത്. പക്ഷെ ക്ഷമ എന്ന് പറയുന്നതിനൊരു പരിധിയുണ്ട്. എല്ലാ പരിധികളും ലംഘിച്ചു കഴിഞ്ഞാൽ മറ്റു മാർഗങ്ങൾ നമ്മുടെ മുമ്പിലില്ല. ഇന്ന് ഇന്ത്യയെ ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതാണ് പാകിസ്ഥാൻ. ഇന്ത്യ ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടില്ല. നരേന്ദ്രമോദി ആ മനുഷ്യൻ അധികാരത്തിൽ വന്ന സമയത്ത് അയൽക്കാരാദ്യം എന്ന നിലപാടെടുത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെയാണ് എല്ലാവരും മറ്റേ വർഗീയവാദിയെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും അടുത്ത റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിച്ച ആളാണ് നരേന്ദ്രമോദി. നവാസ് ഷെരീഫുമായിട്ടൊക്കെ നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ പാക് പ്രധാനമന്ത്രിയുടെ മകളുടെ മറ്റോ വിവാഹത്തിന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയതാണ്. അപ്പൊ അയൽക്കാർക്ക് അദ്ദേഹം കൊടുത്ത പ്രാധാന്യം ആലോചിക്കണം. പക്ഷെ അപ്പോഴൊക്കെ മറ്റേ ഈ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടുള്ള ഒരുതരം സൂക്കേടുണ്ടല്ലോ. അങ്ങനെ ഇന്ത്യയോട് തീവ്രവാദം തന്നെയായിരുന്നു അവരുടെ ഇങ്ങോട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. നിവർത്തി കെട്ടിട്ടാണ് ഇന്ത്യ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഘട്ടം ഓരോ ആക്രമണം നടത്തുമ്പോഴും ഓരോ നടപടികൾ എടുത്തു. അവസാനമാണ് സർജിക്കൽ സ്ട്രൈക്കിൽ എത്തിയത്. പിന്നെ ഇവരെന്ത് വിചാരിച്ചു, എന്നും ഈ സർജിക്കൽ സ്ട്രൈക്ക് മാത്രം ചെയ്തുകൊണ്ടിരിക്കുമെന്നോ? ഇന്ത്യ അതിനും അപ്പുറം ചിന്തിക്കുമെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഭയം. ഈ പേടിയുള്ളവർ എന്തിനാണ് ഈ പണിക്ക് വരുന്നത്? എന്തിനാണ്? അവർക്ക് അവരുടെ കാര്യം നോക്കി ജീവിക്കാമല്ലോ, നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം. സ്വന്തം ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ ഈ പറയുന്ന സിന്ധ് പ്രവിശ്യ അതൊന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാതെ, ഖൈബർ പക്തൂൺഖ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാതെ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന കശ്മീരും കൂടെ കിട്ടിയാലേ അങ്ങ് തികയുമെന്ന്. അവരുടെ കയ്യിലിരിക്കുന്ന കാശ്മീരിൽ പോലും ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റാത്തവരാണ് ഇന്ത്യൻ കശ്മീരിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് അനധികൃതമായിട്ട് അവർ പിടിച്ചു വച്ചിരിക്കുകയാണ് കശ്മീര്. ഹരിസിംഗ് രാജാവ് ഇന്ത്യൻ യൂണിയനിലാണ് ലയിക്കാൻ തീരുമാനമെടുത്തത്, പാകിസ്ഥാനിലല്ല. അപ്പോൾ നിയമപ്രകാരം ഇന്ത്യയുടേതാണ് പാക് അധീന കശ്മീർ ഉൾപ്പെടെ. അത് ഇന്ത്യക്ക് തിരിച്ചു തന്ന് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതിന് പകരം തീവ്രവാദവും കൊണ്ട് വന്നേക്കാണ്. എന്നിട്ട് ഇപ്പൊ തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പായപ്പോ നെട്ടോട്ടം ഓടുക ഭയന്നിട്ട് ഭീരുക്കൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.